സ്നേഹവന്ദനം. അല്പസമയം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. അതിനാധാരമായി ഒരു വാക്യം വായിക്കാം. യെശയ്യാ പുസ്തകം 40:31. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഈ തിരുവചനത്തിൽ കഴുകനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. ബൈബിളിൽ അനേക പക്ഷികളെ കുറിച്ച് കാണാൻ സാധിക്കും. അതിൽ ആ പക്ഷിയിൽ നിന്നും വ്യത്യസ്തനായിരിക്കുന്ന ഒരു പക്ഷിയാണ് കഴുകൻ. ഈ ചില പക്ഷികളെ ചില പ്രത്യേകത നമുക്ക് നോക്കാം. ഒന്നാമത്തെ കഴുകന്റെ പ്രത്യേകത, മറ്റു പക്ഷികൾ കൂട്ടമായിട്ട് സഞ്ചരിക്കുമ്പോൾ ഇത് ഒറ്റയ്ക്കാണ് സഞ്ചരിക്കാറുള്ളത്. വേറിട്ട ചിന്താഗതി, വേറിട്ട പാതകൾ കണ്ടെത്തി മാത്രമാണ് കഴുകൻ ചെയ്യുന്നത്. ഇടുങ്ങിയ ചിന്താഗതിക്കാരുമായുള്ള സഹവാസം കൂടുമ്പോൾ വിവരങ്ങൾ എത്തുവാൻ സാധിക്കുകയില്ല. ബൈബിളിൽ കാലേബിനെ കുറിച്ച് പറയുന്നത് നമുക്ക് നോക്കാം. കാലേബോ വേറെ സ്വഭാവമുള്ളവനാണ്. 85-ാം വയസ്സിൽ ഹെബ്രോൻ മലയെ നോക്കി പറഞ്ഞു, ഈ മല എനിക്ക് തരിക, അവിടെയുള്ള അനാക്യ മല യുദ്ധത്തിൽ കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞു. ഇവിടെ നാം കാണുന്നത് ഒറ്റയ്ക്ക് നിന്ന് നേട്ടം കൈവരിക്കുന്ന കാലേബിനെയാണ്. രണ്ടാമത്തെ കഴുകന്റെ പ്രത്യേകത, ദീർഘവീക്ഷണമുള്ളവനാണ്. ദൂരത്തേക്കുന്ന ഇരയെ കാണാനുള്ള ദീർഘവീക്ഷണം കഴുകനുണ്ട്. പെട്ടെന്ന് അതിന്റെ അടുത്ത് എത്തും. അതിൻ്റെ ഇടയിൽ ഏത് പ്രതിസന്ധി വന്നാലും കഴുകൻ ലക്ഷ്യസ്ഥാനത്ത് എത്തും. 2 കൊരിന്ത്യർ 4:18 ഇപ്രകാരം പറയുന്നു, കാണുന്നത് താൽക്കാലികം, കാണാത്ത നിത്യം. ഈ ഭൂമിയിൽ വെച്ച് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനെ യേശുക്രിസ്തുവിനെ കാണാൻ കഴിയുമെങ്കിൽ കഴുകനെ പോലെ നമ്മൾ ദീർഘവീക്ഷണമുള്ളവരാണ്. ദീർഘവീക്ഷണമുള്ളവർക്ക് മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയുകയുള്ളൂ. മൂന്നാമത്തെ കഴുകന്റെ പ്രത്യേകത, കൊടുങ്കാറ്റിൽ കൂടി സഞ്ചരിക്കുന്നു. മറ്റു പക്ഷികൾ കൊടുങ്കാറ്റും പേമാരി വരുമ്പോൾ അത് അതിന്റെ കൂടുകളിലേക്ക് ഒളിക്കുവാണ് പതിവ്. പക്ഷേ കഴുകൻ ആ കൊടുങ്കാറ്റിൽ സന്തോഷിക്കുന്നു. കാരണം അതിന്റെ ചിറക് ആ സമയത്ത് വിശ്രമം കൊടുക്കുകയും കൊടുങ്കാറ്റിന്റെ ശക്തിയിൽ മുകളിലേക്ക് പൊങ്ങിപ്പോവുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് സമാനമായ ഏത് അവസ്ഥ വന്നാലും ഓടി ഒളിക്കുന്നവരാകരുത്. കഴുകനെ പോലെ അതിനെ അതിജീവിക്കുന്നവരാകണം. യെശയ്യാ പുസ്തകം 43-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോഴും, നീ നദിയിൽ കൂടി കടക്കുമ്പോഴും, നീ തീയിൽ കൂടി നടന്നാലും, ഇങ്ങനെയുള്ള ഏത് അവസ്ഥയിൽ കൂടി നാം പോയാലും ദൈവം നമ്മുടെ കൂടെ ഇരിക്കുമെന്ന്. നാലാമത്തെ കഴുകന്റെ പ്രത്യേകത, ഭയരഹിതനാണ്. തന്റെ മുൻപിലുള്ള ഇര 10 മടങ്ങ് വലിപ്പമുള്ള ഏതായാലും അത് പ്രശ്നമേ അല്ല. കഴുകൻ ലക്ഷ്യസ്ഥാനത്ത് നിന്നും പിന്മാറുന്ന പ്രശ്നമില്ല. നമ്മുടെ മുന്നിലുള്ള ശത്രു എത്ര ബലമുള്ള ആയെങ്കിലും നാം ഭയപ്പെടേണ്ട കാര്യമില്ല. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല നാം നേടിയത്, പിന്നെയോ ശക്തിയുടെയും സുബോധത്തിന്റെ ആത്മാവിനെയാണ് നമ്മൾ നേടിയത്. അഞ്ചാമത്തെ കഴുകന്റെ പ്രത്യേകത, 40 വയസ്സാകുമ്പോൾ അതിന്റെ ശരീരം ദുർബലമാകാൻ തുടങ്ങും. ചിറകുകൾക്ക് ഭാരം കൂടുകയും കൊക്കുകൾക്ക് നീളം കൂടുകയും താഴോട്ട് വളരുകയും ചെയ്യും. അതുകൊണ്ട് അതിന് ഇരപിടിക്കുവാനോ ഉയരങ്ങൾ പറക്കുവാനോ സാധിക്കില്ല. ഒന്നെങ്കിൽ മരിക്കുക, അല്ലെങ്കിൽ പുനർജീവനത്തിന് വേണ്ടി തയ്യാറാകുക. കഴുകൻ തോൽവി സമ്മതിക്കാതെ 5-6 മാസങ്ങൾ പാറക്കെട്ടുകളിൽ മേലും മലകളിൽ മേലും പറന്നിറങ്ങുകയും പിന്നീട് അതിന്റെ കൊക്ക് കൊണ്ട് പാറയിൽ ഉരസി പൊട്ടിച്ചു കളയുകയും പിന്നീട് പുതിയ കൊക്ക് വരുന്നവരെ കാത്തിരിക്കും. പുതിയ കൊക്ക് വന്നാൽ ഭാരമുള്ള തൂവലുകൾ കൊത്തി അടർത്തി കളയുകയും 4-5 മാസങ്ങൾ കാത്തിരിപ്പിന് ശേഷം വളർന്നു വന്ന പുതിയ തൂവൽ കൊണ്ട് വീണ്ടും ആകാശവിധാനത്തിൽ പറന്നുയരും. യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ വേദനാജനകമായ ഏത് അവസ്ഥ വന്നാലും കഴുകനെ പോലെ അതിജീവിക്കാൻ കഴിയട്ടെ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.